ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട സീതാ അപഹരണം എന്ന കഥയാണ്. ഒരു ദിവസം വനവാസ കാലത്ത് രാമനും സീതയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രാമാശ്രമത്തിന് മുന്നിൽ ഒരു സ്വർണ്ണമാൻ, വെള്ളികൾ കൊണ്ട് പുള്ളികളും നീലരത്നക്കല്ലുകൾ കൊണ്ട് നേത്രങ്ങളുമായ വളരെ ഭംഗിയുള്ളൊരു മാൻ ദേവി രാമനോട് പറഞ്ഞു, നാഥ, ആ മാൻകുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മെഴുക്കുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. അപ്പോൾ ദേവിയുടെ വാക്കുകൾ കേട്ട് രാമൻ ആ മാൻകുട്ടിയെ പിടിക്കാനായി കാട്ടിനുള്ളിലേക്ക് പോയി. അപ്പോൾ ആ മാൻകുട്ടി അടുത്തെത്തും തോറും ദൂരെ ദൂരെ അകന്നു പോയി. അപ്പോൾ ശ്രീരാമൻ ഒരു അമ്പ് തൊടുത്തു വിട്ടു. അപ്പോൾ ആ മാൻകുട്ടി ആ അമ്പ് കൊണ്ട നിമിഷം വലിയൊരു രാക്ഷസനായി മാറി, മായാവി മാരീചൻ. അപ്പോൾ ആ മാരീചൻ രാമന്റെ ശബ്ദത്തിൽ സീതേ, ലക്ഷ്മണ എന്ന് അലറി കരഞ്ഞു. അപ്പോൾ അത് കേട്ട് ശ്രീരാമന്റെ ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് ദേവി അനുജനായ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, എനിക്ക് തോന്നുന്നു ശ്രീരാമചന്ദ്രന് എന്തോ ആപത്ത് പറ്റിയെന്ന്. അപ്പോൾ ദേവി പറഞ്ഞതുപോലെ തന്നെ ആ ലക്ഷ്മണൻ അവിടെ ലക്ഷ്മണന്റെ കയ്യിലുള്ളൊരു അമ്പ് കൊണ്ട് ആ ആശ്രമത്തിന് ചുറ്റും ഒരു രേഖ വരച്ചു. ആ രേഖ ലക്ഷ്മണ രേഖ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ലക്ഷ്മണൻ ദേവിയോട് പറഞ്ഞു, മാതേ, എന്ത് വന്നാലും ഈ രേഖ കടന്ന് അപ്പുറത്തേക്ക് പോകരുത് എന്ന്. അപ്പോൾ ദേവി സമ്മതിച്ചു. ദേവി പറഞ്ഞു, അനുജ, നീ വേഗം പോയൊന്ന് നോക്കൂ. അപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമനെ അന്വേഷിച്ച് കാട്ടിനുള്ളിലേക്ക് പോയി. അപ്പോഴാണെങ്കിലോ ഇതെല്ലാം കേട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. രാക്ഷസന്മാരുടെ രാജാവായ രാവണൻ. രാവണൻ ഒരു മുനിയുടെ വേഷം ധരിച്ച് സീതയെ തട്ടിക്കൊണ്ട് പോവാനായിട്ട് വന്നു. ആ മുനി വന്ന് സീതയോട് പറഞ്ഞു, മകളെ, വിശക്കുന്നു, കഴിക്കാൻ അല്പം ആഹാരം കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. അപ്പോൾ സീതാദേവി അകത്ത് പോയി കഴിക്കാൻ ഭക്ഷണം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും തന്റെ സ്വന്തം രൂപമെടുത്ത് രാവണൻ ദേവി നിൽക്കുന്ന മുഴുവൻ ഭൂമിയും പിഴുതെടുത്തുകൊണ്ട് പുഷ്പകവിമാനത്തിൽ പറന്നങ്ങ് ലങ്കയിലേക്ക് പോയി. അപ്പോൾ നമുക്കിതിൽ നിന്ന് പഠിക്കാവുന്ന ഗുണപാഠം, ഒന്നിലും അതിയായ ആഗ്രഹം കാണിക്കരുതെന്നും പറയുന്നത് എന്തായാലും അനുസരിക്കണമെന്നും. നന്ദി, നമസ്കാരം. ജയ് ശ്രീരാം.